പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും ഒരുമിച്ച് സഹവസിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലായാലും നമ്മുടെ കുടുംബത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുപോലെ ആണ് ദൈവത്തോട് അടുപ്പമെങ്കിലും ദൈവത്തിന് നമ്മോടുള്ള പെരുമാറ്റത്തിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, അതെന്നാ പരിപാടി, ദൈവം എല്ലാവരോടും ഒരുപോലെ അല്ലേ പെരുമാറേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ ശിഷ്യന്മാരോട് തന്നെ ദൈവം ഈശോ ഒരുപോലെ അല്ലല്ലോ പെരുമാറിയത്. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ യോഹന്നാനെയും യാക്കോബിനെയും പിശാച് എന്ന് വിളിക്കേണ്ട നല്ലൊരു സന്ദർഭം ഉണ്ടായിരുന്നു. കർത്താവ് വിളിച്ചില്ലേ? പത്രോസിനെ പിശാചെന്ന് വിളിച്ചു, പക്ഷേ അത് പത്രോസിനെ പിശാചെന്ന് വിളിക്കേണ്ട സന്ദർഭം അല്ലായിരുന്നു. അത് വേണമെങ്കിൽ മയപ്പെടുത്തി വിളിക്കാമായിരുന്നു. പക്ഷേ പത്രോസിനെ പിശാചെന്ന് വിളിച്ചു. ഇതുപോലെയാണ് ദൈവാനുഭവത്തിൽ മുന്നേറുമ്പോൾ നമ്മൾക്ക് തോന്നും ദൈവം നമ്മളോട് എന്തോ, നമ്മൾ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും വിശുദ്ധ ജീവിക്കുകയും ചെയ്തിട്ട് പോലും അനുഭവങ്ങൾ ദൈവം നമ്മളോട് അത്രയ്ക്ക് അമീക്കബിൾ അല്ല എന്നുള്ള ഒരു സൂചന തോന്നുന്ന രീതിയിലുള്ള പ്രതികൂല അനുഭവങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ വരണത് പലപ്പോഴും. അപ്പോൾ അതേസമയം തന്നെ ചില ആൾക്കാരുടെ ദൈവത്തോട് അത്രയും ബന്ധമില്ല എന്ന് തോന്നുന്ന ആൾക്കാരുടെ ജീവിതത്തിൻ്റെ പുകഴ്ചയും ഉയർച്ചയും കാണുമ്പോൾ ദൈവം അവരോട് കൂടുതൽ ഔദാര്യം കാണിക്കുമ്പോൾ തോന്നണില്ലേ? അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും പല വിഷയങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഈ യോഹന്നാൻ്റെ കാര്യം ഓർക്കും. ഇപ്പോൾ യോഹന്നാനെ സാത്താനെന്ന് വിളിക്കേണ്ട സാഹചര്യം ഏതായിരുന്നു? യോഹന്നാൻ യാക്കോബിനെയും കൂടി ഈശോ സമറിയയിലേക്ക് പറഞ്ഞു വിടും. എന്തിനാണ് പറഞ്ഞു വിടുന്നത്? അന്തി ഉറങ്ങാനുള്ള സാഹചര്യം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടുന്നതാണ്. പക്ഷേ സമറിയയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇവർ ബോൾത്തയാവും. അവർ ചോദിക്കും, നിങ്ങളെവിടെ പോകണമെന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ഗുരുവും ഒരുമിച്ച് ജെറുസലേമിലേക്ക് പോവുകയാണെന്ന് പറയും. അപ്പോൾ സമരക്കാർ ജെറുസലേം ദേവാലയത്തിൽ കയറ്റാത്തത് കാരണം, അയിത്തമുള്ള കാരണം ഇവർ പറയും ഈ വഴി ജെറുസലേമിലേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറയും. ഇവർ തമ്മിൽ നല്ല ശരിക്കും ഒരു ഫൈറ്റ് നടന്ന് കാണും. അവിടെ അടി കലശലല്ലെങ്കിലും ഒരു വാക്പയറ്റെങ്കിലും നടന്ന് കാണും. കാര്യം ഇവർ കിതച്ചും വിറഞ്ഞും തുള്ളിയാണ് ഇവിടെ വരണത്. അവിടെ വായിന്ന് വരുന്ന വർത്തമാനങ്ങൾ അതുപോലെ തന്നെയാണ്. എന്ത് കർത്താവേ, അവരെ അഗ്നി ഇറക്കി നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെയോ? അതായത് ഞങ്ങൾ അതിന് നീ അധികാരം തന്നാൽ ഞങ്ങളത് ചെയ്യും. അപ്പോൾ അവരെ നശിപ്പിച്ച് കളയുമെന്നുള്ളതാണ് അത്രയും ഇഷ്യൂ അവിടെ ഉണ്ടായെന്നർത്ഥം. അത്രയും ഇഷ്യൂ ഉണ്ടായപ്പോൾ എന്ത് ഇഷ്യൂ ആണത്? അഗ്നി ഇറങ്ങി നശിപ്പിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പോൾ ലൂക്ക 9:55 അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് എന്താ രൂപിയാണത്? അത് സാത്താൻ്റെ രൂപിയല്ലേ, ദുഷ്ടാരൂപിയല്ലേ? കാര്യം എന്താ? യോഹന്നാൻ 10:10 ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, സാത്താനെക്കുറിച്ച് പറയണത്. അപ്പം അവനെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവന് സാത്താനല്ല. അപ്പോൾ ഈശോക്ക് തീർച്ചയായിട്ടും ഈസിയായിട്ട് സാത്താനെ നീ എൻ്റെ പിന്നിൽ പോകുമെന്ന് ഈ യോഹന്നാനോട് പറയാവില്ല, യാക്കോബിനോട് പറയാവില്ല. ഈശോ എന്താ അങ്ങനെ പറയാതിരുന്നത്? പാവപ്പെട്ട 10 ദിവസത്തിനോടാണല്ല അങ്ങനെ പറഞ്ഞത്. അത് അത്രയും അവിടെ സാത്താനെ എന്ന് വിളിക്കേണ്ട കാര്യം നമ്മൾ നോക്കിയാൽ, സാത്താനെ നീ എൻ്റെ പിന്നിൽ പോകുമെന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ പത്രോസ് കർത്താവിനുള്ള സ്നേഹത്താ പറഞ്ഞതാണ്. എങ്ങനെ? കർത്താവ് നിനക്കതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് വലിയ സ്നേഹത്തിൽ പറഞ്ഞതാണ്. എന്താ? ഈശോ പീഡാനുഭവ പ്രവചനം നടത്തിയപ്പോൾ മനുഷ്യപുത്രൻ നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, മനുഷ്യപുത്രൻ ശത്രുക്കാരെ പീഡിപ്പിക്കപ്പെടും, അവർ എന്നെ വധിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി. ഈശോ നിനക്കത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോഴാണ് സാത്താനെ എന്ന് വിളിക്കണം. ഞെട്ടിപ്പോയി. അങ്ങനെ വിളിക്കുമെന്ന് ഒരിക്കലും പത്രോസ് വിചാരിച്ചില്ല. അപ്പോൾ അർഹതയില്ലാത്ത ഒരു ആക്ഷേപം കെട്ടുകയും ചെയ്ത് അർഹതയുള്ളവർക്ക് ആക്ഷേപം കൊടുത്തുമില്ല. ചോദിച്ചു,
നിങ്ങളോട് വളരെ സൗമ്യനസയോടെ പോളിഷായിട്ട് ചോദിച്ചു, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് ചോദിച്ചു. യോഹന്നാനോട് അങ്ങനെ ചോദിച്ചത്, എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? ദുഷ്ടാരൂപിയാണേ. അത് ഈശോ പറഞ്ഞാൽ മതിയായിരുന്നു, സാത്താനാ നീ എന്നാ ഇങ്ങനെ യോഹന്നാനിനെ അധിവസിച്ചുകൊണ്ട് അവനെ വഴിപിഴപ്പിക്കണമെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചില്ല. വളരെ പോളിഷ് ചെയ്താണ് ചോദിക്കണത്, എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണത് എന്ന് വെച്ചാൽ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. അപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന അവരെ എന്തരൂപിയാണെന്നാണ് ചോദിക്കണത്. സാത്താനാണ് മുമ്പിൽ നിൽക്കണത്. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈശോ അല്ലേ മുമ്പേ നിൽക്കേണ്ടത്? ഈശോനെ മാറ്റിക്കൊണ്ട് യോഹന്നാൻ നിർത്തിയത് ആരെയാണ്? സാത്താനെ നിർത്തിയതാ ആ സമയത്ത്. അപ്പം സാത്താനാണ് യോഹന്നാൻ ഈ സമറിയമായിട്ടുള്ള പ്രശ്നത്തിൽ യോഹന്നാൻ യാക്കോബും അനുഗമിച്ചത്. അപ്പോഴിവരെ അങ്ങനെ വിളിക്കാം, പക്ഷേ വിളിക്കണില്ല. ഇതാണ് ദൈവത്തിൻ്റെ ഒരു സ്വഭാവം. എന്ന് വെച്ചാൽ നമുക്കൊരു പിടിയും തരത്തില്ല. ദൈവം കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മളെക്കുറിച്ച് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അസ്ഥാനത്ത് അനീതി കാണിച്ചു തരും. വൈ കാൺട്ട് യു സഫർ ഇൻജസ്റ്റിസ്? ബൈബിളിലെ രസകരമായ ഒരു ചോദ്യമാണ്. 1 കൊരിന്ത്യർ 6:7 എന്തുകൊണ്ട് ദ്രോഹം നിനക്ക് സഹിച്ചുകൂടാ? അപ്പോൾ ഒരു ദ്രോഹം വരുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് അത് സഹിക്കണമെന്നാണ്. ആരുടെ പേരിൽ? ദ്രോഹമായാലും അനീതിയായാലും സഹിക്കാൻ എ സിംഗിൾ നെയിം ഇസ് ഗിവൺ, ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരു ലോകത്തിൽ മനുഷ്യൻ രക്ഷപ്പെടാൻ ഒരു നാമമേ ഉള്ളൂ. ഇത് കൃപാസനം ആലപ്പുഴയാണ്. ഇവിടുന്നാണ് ഈ ശുശ്രൂഷ ഇപ്പോഴ് നടക്കുന്നത്. ഇപ്പോൾ ഞാൻ ചില സമയത്ത് അവർക്ക് ഈ കൈറ്റാപ്പീസുകാരൊക്കെ ഇവിടെ മുഴുവനുണ്ട് ഈ മേഖലയിൽ. ഇവർക്ക് ഈ ഡിസംബർ മടുപ്പെന്ന് പറഞ്ഞ സംഭവമുണ്ട്. കാര്യം വെച്ചാൽ ഒക്ടോബറിൽ കണ്ടെയ്നറിൽ കയറ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ, തടുക്ക് കയറ്റി വിട്ട് കയറ്റുപായ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതൊരു ഡിസംബർ ആകുമ്പോൾ അവിടെ എത്തിയിട്ട് ഡിസംബർ 30-ാം തീയതിക്കുള്ളിൽ കുടുംബങ്ങളിലെത്തും ഈ സംഭവം. അപ്പോൾ ഡിസംബർ 30-ാം തീയതി അവിടേക്കുള്ള പഴയ കയറ്റുപായൊക്കെ കുടുംബങ്ങളിൽ നിന്നിട്ട് ജർമ്മനിയിൽ നിന്നും അവിടുന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വീടുകളിലെല്ലാം ഇത് പുറത്താക്കിയിട്ട്, പഴയതെല്ലാം പുറത്താക്കിയിട്ട് പുതിയ കയറ്റുപായിട്ടിട്ട് 1-ാം തീയതി പുതുതായിട്ട് തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഓർഡർ തീർന്നതോടുകൂടി പിന്നെ ഇവിടുന്ന് ആ കണ്ടെയ്നർ പോയി കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ഇല്ലാത്ത കാരണം ഇവർ പിന്നെ ആൾക്കാരുടെ നിന്ന് സാധനങ്ങൾ എടുക്കത്തില്ല. അപ്പോൾ പക്ഷേ കുടുംബങ്ങളിലൊക്കെ തറകളിലൊക്കെ തൊഴിലാളികൾ നിർത്താൻ വേണ്ടി അവിടെ ഇങ്ങനെ മടുപ്പാണെങ്കിലും പതുക്കെ ഇതൊക്കെ ചെയ്തു വെക്കും. ഓർഡർ ഇല്ലെങ്കിൽ ചെയ്തു വെക്കും. പപ്പടത്തെടുക്കുകയും ചേരത്തെടുക്കുകയൊക്കെ ചെയ്തു വെക്കും. മടുപ്പാണ്, കാശൊന്നും കിട്ടത്തില്ല, കമ്പനി എടുക്കത്തില്ല. പക്ഷേ ഇവിടെ വന്ന് മാനേജർമാരോട് ഇവർ സംസാരിക്കുമ്പോൾ മാനേജർമാരും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പള്ളിക്കൂടത്തിൽ പോകണ്ടേ, കുഞ്ഞുങ്ങൾക്ക് പള്ള ഉടുപ്പ് വേണ്ടേ, അവർക്ക് ഭക്ഷണം വേണ്ടേ, ഞങ്ങൾ എങ്ങനെ ജീവിക്കും, തൊഴിലാളികൾ എങ്ങനെ നിലനിർത്തും എന്നൊക്കെ മാനേജർ ചോദിക്കുമ്പോൾ മാനേജർ പറഞ്ഞ് കൊണ്ടുവന്ന് വെക്കുക, പകുതി കാശ് തരാം, കൊണ്ടുവന്ന് വെച്ച് ഇത് അപ്പം ആവശ്യമില്ലെങ്കിലും നിലനിർത്താൻ വേണ്ടി എടുക്കുകയാണ്. ഏതാണ്ട് ഇതുപോലെയാണ് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ. പോരായ്മ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും നമ്മുടെ വേദനയ്ക്ക് ഒരു വില കിട്ടാൻ വേണ്ടി, നമ്മൾക്ക് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഐക്യദാർഢ്യം ഉണ്ടാക്കാൻ വേണ്ടി ദൈവം ഒരു സാധ്യത തുറന്നു വെച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിലൂടെ, പൗലോസിലൂടെ പരിശുദ്ധാത്മാവ്. ഒരു പോരായ്മ ഉണ്ടെങ്കിൽ, യേശുക്രിസ്തു പീഡാനുഭവങ്ങൾ പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിക്കണമെന്ന് എന്തിങ്ങനെ പറയണമെന്നറിയാവോ? അതായത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഇതുപോലെ ശാരീരികമാകാം, ചിലപ്പോൾ മാനസികമാകാം ഉണ്ടാകുന്ന പരാധീനതകൾ, പോരായ്മകൾ, സങ്കടങ്ങൾ, വിഷമതകൾ ഒക്കെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തിട്ട് നമ്മൾ കർത്താവിൻ്റെ പീഡാനുഭവം കൊണ്ട് കുടുക്കൂട്ടി വെക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കുക. മരണം പ്രഖ്യാപിക്കുന്നവൻ അവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കും. ഉയർപ്പിൽ വിശ്വസിക്കുന്ന വരെ കാത്തിരിക്കും, വിശ്വാസം ജീവിക്കും. വിശ്വാസം ജീവിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലൊരു സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരണത്. വേദന കൊണ്ട് വളരാൻ വേണ്ടിയുള്ള ദൈവ സംവിധാനത്തെ ജീവിത സാഹചര്യം കണ്ടെത്തി കഴിഞ്ഞാൽ ദൈവം നമ്മൾ അനീതി ചെയ്തു എന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. സാത്താനെ എന്ന് വിളിക്കേണ്ടവനെ വിളിക്കാതിരിക്കേണ്ടവനെ വിളിക്കുകയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദൈവ അനുഭവങ്ങളുടെ അർത്ഥതലങ്ങളെ തേടി ദൈവം നീതിയാണ് ചെയ്യണത്, അനീതി പോലും നീതിയുടെ ഫലമാണ് ഉണ്ടാകണം എന്നുള്ള ബോധ്യത്തിൽ
പരിശുദ്ധ അമ്മയെപ്പോലെ സകല സാഹചര്യങ്ങളെ ഹൃദയങ്ങളെ സംഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനെ വാഴ്ത്തിപ്പാടുകയാണ്. എല്ലാവിധ സകല സാഹചര്യങ്ങളും കർത്താവേ അങ്ങയോട് ഞങ്ങൾ ചേർത്ത് പിടിച്ച് സമർപ്പിക്കുകയാണ്. സകല സാഹചര്യങ്ങൾ വിശ്വാസത്തിൽ നിറവേറ്റെടുക്കാൻ, ജീവിത ദുരിതങ്ങളാണെങ്കിലും ജീവിത വിഷമതകളാണെങ്കിലും രോഗങ്ങളാണെങ്കിലും എല്ലാ സഹനങ്ങൾ ഏറ്റെടുക്കാൻ കർത്താവേ അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ. ചേർന്ന് പാടാം. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. എല്ലാവരും പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ചേർന്ന് പാടാം. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് ആത്മാവേ ആമേൻ. അഭിഷേകമേ കരങ്ങൾ വീശിക്കൊണ്ട് വീശണമേ, തീക്കാറ്റായി വീശണമേ. ചേർന്ന് പാടിക്കൊണ്ട് അഭിഷേകമേ ആമേൻ. അഭിഷേകമേ കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. കരങ്ങളടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ സ്തോത്രം. ദൈവമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും അഭിഷേകമായി വന്നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുരിതങ്ങളും വേദനകളും വിഷമതകളും ബന്ധനങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അഴിഞ്ഞു പോവുകയും കർത്താവേ ഞങ്ങൾ ആഴമായ വിശ്വാസത്തില് ജീവിത സഹനങ്ങളെ ഏറ്റെടുക്കാൻ, ദുരിതങ്ങൾ ഏറ്റെടുക്കാൻ, അമ്മയെപ്പോലെ ഏറ്റെടുക്കാൻ ദൈവമേ ശക്തി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവിനെ വാഴ്ത്തിപ്പാടാം. ഹല്ലേലൂയ. ഇസ്രായേലിൻ പ്രകാശമേ അഗ്നിയായി ജ്വലിപ്പിക്കണേ. എല്ലാവരും ഇസ്രായേലിൻ പ്രകാശമേ അഗ്നിയായി ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ ആമേൻ. ഓ അഗ്നി അഭിഷേകമേ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ വലിയൊരു സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ കർത്താവ് എന്നെയും വേദത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ. നമുക്ക് വേണമെങ്കിൽ രക്തസാക്ഷികളെ പോലും ആകാം. രക്തം പൊടിയാത്ത രക്തസാക്ഷികൾ. അതിന് സഭ വൈറ്റ് മാർട്ടിഡമെന്ന് പറയും. ധവള രക്തസാക്ഷിയാണ് എന്ന് വെച്ചാൽ ഒരു വേദന അല്ലെങ്കിൽ രോഗം കർത്താവ് സുഖപ്പെടുന്നവരെ ആ വേദന കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഭാഗമായി കൂട്ടിവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ വി ആർ ഇൻ വൈറ്റ് മാർട്ടിഡം. നമ്മൾ ധവള രക്തസാക്ഷ്യത്തിലേക്കാണ്. സഹനങ്ങളെ കുറേ എങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ ഐക്യദാർഢ്യം പുലർത്തി ദൈവക്കരുത്ത് പ്രാപിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് സിബി അഗസ്റ്റി. ഞാൻ തൃശ്ശൂർ 3 മുറി ഇടവകയിൽ നിന്ന് വരണേ.
ബിടെക് ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ ജൂലൈ തൊട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡാണ്. ചുമയിൽ തുടങ്ങിയതാണ്. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്ത് എത്തിയത് മെഡിക്കൽ കോളേജിൽ ഒരു ഹോട്ട്കിൻസ് ലിംഫോമ എന്ന് പറഞ്ഞൊരു ബ്ലഡ് ക്യാൻസർ ആയിട്ടാണ് ചെന്നെത്തിയത്, അവസാനിച്ചത്. പിന്നെ അവിടുന്ന് ട്രിവാൻഡ്രം RCCയിലേക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫർ ചെയ്തു. അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒരു 8 കീമോയ്ക്ക് ശേഷമാണ് ഞാനിവിടെ കൃപാസനത്തെ പറ്റി അറിയണേ. അത് അമ്മയുടെ ഒരു റിലേറ്റീവ് ഉണ്ട്, അദ്ദേഹം ജർമ്മനിയുടെ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം വഴിയാണ് ഇവിടെ അറിയണേ. അപ്പോൾ ഇവിടെ വന്ന അന്നേ ദിവസം തന്നെ ജോസഫ്സിനെ കണ്ടു. അച്ഛൻ തലയിൽ കൈവച്ച് ഇത്രയും പറഞ്ഞുള്ളൂ, വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു പോയി മാതാവിൻ്റെ അടുത്ത് വന്നു, പ്രാർത്ഥിച്ചു. ഇന്ന് ഞാൻ ഇപ്പോൾ സാക്ഷ്യം വരെ ഇവിടെ വന്നിരിക്കുകയാണ്. സ്കാൻ കഴിഞ്ഞു, റിപ്പോർട്ടെല്ലാം നെഗറ്റീവാണ്, ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട സാക്ഷ്യ ഇന്ന് മുഴുവൻ നിൻ്റെ ഹൃദയത്തിലുണ്ടാവണം. എന്നിട്ട് നീ ചിന്തിക്കണം, ഞാനും സാക്ഷ്യം പറയുക മാത്രമല്ല, സാക്ഷിയായി ജീവിക്കാം. ഈ ഭൂമി മാത്രമാണ് നമുക്ക് കർത്താവിന് ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത്. ഇനി മുന്നിൽ നിൻ്റെ സമയം എന്തുമാത്രം ഉണ്ടെന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഉള്ള സമയം കർത്താവിന് വേണ്ടി നീക്കി വെച്ചുകൊണ്ട്, നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് പറഞ്ഞില്ലേ? നമ്മൾ നടന്ന് പിന്നെ കിടന്നു പോകുന്നൊരു സമയമാണ് നമ്മുടെ ഭൂമിയുടെ അളവ്. അത് നമ്മുടെ ഭൂമിയാണ്. ആ ഭൂമിയുടെ അതിർത്തി വരെ, നമ്മൾ ഈ ഭൂമിയിൽ കിടന്നു പോകുന്നത് വരെ കർത്താവിൻ്റെ സാക്ഷിയാകാൻ എന്നെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കുമ്പിട്ടാരാധിച്ച് മനസ്സിൽ വീണാൽ വാഴണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, കൂമ്പടഞ്ഞു പോയിട്ടുള്ളവര്, കുടുംബങ്ങള്, മുരടിച്ചു പോയ അവസ്ഥകള്, അന്യദേശങ്ങളിൽ അകപ്പെട്ടു പോയവര്, ജയിലിൽ അടക്കപ്പെട്ടു പോയവര്, കോടതിയും വീടുമായി നടക്കുന്നവര്, കർത്താവ് ഒരു നിമിഷം എടുത്തുപോയ തീരുമാനത്തിൻ്റെ തെറ്റുകൊണ്ട് ജീവിതത്തിൽ അതിനേക്കാൾ വലിയ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, കർത്താവെ, അങ്ങനെയെല്ലാം കുരുങ്ങിപ്പോയിട്ടുള്ള എല്ലാ ജീവിതങ്ങളെയും കർത്താവെ നീ ആരാധനയിൽ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ജപ്തി നടപടികൾക്ക് വിധേയമായ കുടുംബങ്ങള്, കർത്താവേ, കേസ്, കർത്താവേ, എത്ര പറഞ്ഞിട്ടും കർത്താവേ, കർത്താവായ ദൈവമേ, പല ഹിയറിംഗ് കഴിഞ്ഞിട്ടും വിടുതൽ കിട്ടാത്ത കേസുകൾ സമർപ്പിക്കുന്നു. കരങ്ങൾ വീശി ആരാധിക്കട്ടെ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, പലപ്പോഴും അബോർഷൻ സംഭവിച്ചിരിക്കുന്നു പോര്, മക്കളൊന്നുമില്ലെങ്കിലും മക്കളായിക്കഴിഞ്ഞാൽ ഉടനെ അബോർഷൻ സംഭവിക്കുന്നവർ, ഡോക്ടറിന് പോലും പിടികിട്ടണില്ല എന്ന് പറയുന്ന രോഗികളാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ കുഴങ്ങിപ്പോകുന്നവരെ സ്പർശിക്കണമേ. രോഗാതുരമായ സ്ഥാനങ്ങളിൽ കർത്താവേ, നീ എൻ്റെ അത്ഭുതകരമായി ആണിപ്പെടുത്താതെ വലത് കർത്താവ് സ്പർശിക്കണമേ. കർത്താവ്, ദൈവവിളിക്ക് പോയിരിക്കുന്നവര്, കുടുംബങ്ങളിൽ നിന്ന് കർത്താവ് ദൈവവിളിക്കായി പോയിരിക്കുന്നവര്, സന്യസ്ത സമർപ്പണ അഭിഷിക്ത ജീവിതത്തിനായി കർത്താവേ, ജീവിത വിളി നിന്റെ നാമത്തെ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു കർത്താവേ,
അവരെല്ലാം വിളി കർത്താവെ പൂർത്തിയാക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദൈവവിളിക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവിന്റെ മന്ദിരത്തോട്ടത്തിലേക്ക് യേശുക്രിസ്തുവിനേക്ക് വേണ്ടി ജീവിക്കാൻ ദൈവവഴി ലഭിച്ചിട്ടുള്ള മക്കള് അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളില് യേശുക്രിസ്തുവിന് വേല ചെയ്യുന്ന മിഷണറിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ജീവിക്കുന്നതിനായ ദൈവമേ, കർത്താവെ, പല വിഷയങ്ങൾ കാരണം പുരപണി നിന്ന് പോയവർ അടുത്ത മാസം ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ച് ഉറഞ്ഞു കിടക്കണവർ, തർക്കപ്പുരയിടത്തിൽ താമസിക്കുന്നതിൻ്റെ പേരിൽ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നവർ, വാടക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തവർ, കർത്താവെ, മാസം മാസം വാടക വീട് മാറേണ്ടി വരുന്നവർ, ഒരു സെൻറ്റ് സ്ഥലം പോലും സ്വന്തമായിട്ടില്ലാത്തവർ, കർത്താവെ, അവരെല്ലാം നീ ഓർക്കണമേ കർത്താവേ. കർത്താവ്, ഒരു മുറി തന്നെ അപ്പനും അമ്മയും മക്കളും എല്ലാം താമസിക്കുന്ന ഒരവസ്ഥ എന്നും മാറുമെന്നറിയാൻ പാടില്ല. മനസ്സിൽ ഭാരവുമായി മ്ലാനവദനരായി നയിക്കുന്നവരുടെ ഹൃദയത്തെ കർത്താവെ, അപ്പോസ്തലന്മാരെ പോലെ ജ്വലിപ്പിച്ച പോലെ കർത്താവെ, നീ ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്തവര്, ഭവനത്തിന്റെ പണി ആരംഭിച്ചത് പൂർത്തീകരിക്കാൻ കഴിയാത്തവര്, കർത്താവെ, ചോർന്നൊലിക്കുന്ന പുരകളിൽ താമസിക്കുന്നവര്, കർത്താവെ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുരക്ഷിതമല്ലാത്ത ഭവനങ്ങളിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം നിറയ്ക്കണമേ. കർത്താവേ, അവിടുത്തെ കൃപ ചൊരിയണമേ. ഭവനരഹിതരെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിത സഹനങ്ങളെ മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കണം. സങ്കീർത്തനം 55:22 നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കണം. യോഹന്നാൻ 11:40 നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. യോഹന്നാൻ 1:12 വിശ്വസിക്കുന്നവരിൽ നിന്ന് എല്ലാവരെയും ദൈവമക്കളാകുവാനുള്ള കൃപ നൽകി. യോഹന്നാൻ 7:38 വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവജലത്തിൻ്റെ ഉറവ പൊട്ടിയുതിരും. ആവർത്തന പുസ്തകം 16 നീ വിശ്വസിക്കുക, കർത്താവായ യേശു വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാ ദൈവം നിന്നെ ആശീർവദിക്കാൻ പോകുന്നു. ഇരു കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. നിന്റെ സഹനങ്ങളെ സമർപ്പിക്കട്ടെ, നിന്റെ ദുരിതങ്ങളെ സമർപ്പിക്കട്ടെ. സങ്കീർത്തനം 68 നിന്റെ ദുരിതങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ കർത്താവ് നിന്റെ കുടുംബം ആശീർവദിക്കുകയാണ്. മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ ആശീർവദിക്കുന്നു. ക്യാൻസർ രോഗികളെ ആശീർവദിക്കുന്നു. കിഡ്നി രോഗികൾ ആശീർവദിക്കപ്പെടുന്നു. ഷുഗർ രോഗികളെ, പ്രഷർ രോഗികള്, കൊളസ്ട്രോൾ രോഗികളെ ആശീർവദിക്കപ്പെടുന്നു. കർത്താവേ, ആക്സിഡന്റ് ആശുപത്രി കഴിയുന്നവരെ ആശീർവദിക്കുന്നു. പുതിയ ജോലി മാർഗങ്ങള്, വരുമാന മാർഗങ്ങള് ആഗ്രഹിക്കുന്നവരെ ആശീർവദിക്കുന്നു. വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുന്നവരെ ഈശോ ആശീർവദിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്